ഹലോ ഹലോ ആ എന്തേ നിങ്ങളൊരു പിന്നെ വോയിസ് കണ്ട്. ആരാണെന്താ എവിടുന്നാണ് വിളിക്കണത്? ആരാ വിളിക്കണത്? നിങ്ങളിപ്പോ ഈ പരസ്യമായിട്ട് ഫോണിലിട്ടതല്ലേ? അതെ, അതുകൊണ്ട് തന്നെ എന്നോട് സംസാരിക്കുന്ന ആൾ എവിടുത്തേനാണ്, പേരെന്താ എനിക്കറിയണ്ടേ? നിങ്ങളിപ്പോ ഈ കൊടുത്തിട്ട് എല്ലാവരുടെ പേരും തിരിഞ്ഞെഴുതിയിട്ടപ്പോ നിങ്ങൾ ഫോണിൽ നമ്പർ കൊടുത്ത്. ഞാൻ എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ചോദിക്കും, പരിചയം ഒരു രണ്ട് മനുഷ്യന്മാരോട് സംസാരിക്കല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് അനക്കിന്റെ പേര് അറിയാം. ഞാൻ എന്റെ പേര് അമീറാണ്, സ്ഥലം ഒതുക്കുങ്ങലാണ്. ഇജ്ജ് എവിടെയാണല്ലോ, എന്റെ പേരെന്താണ്? ഇപ്പൊ നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ മാത്രം വലിയ ആള്, എല്ലാരും നീ നീ എന്ന് പറയാൻ, ഇജ്ജ് എന്നൊക്കെ പറയാന്. അതെന്തായിക്കോട്ടെ, ഇജ്ജിനോട് സംസാരിക്കുമ്പോ എന്റെ പേരും സ്ഥലം പറയണ്ട. ഞാൻ ഈ സംസാരിക്കുന്ന ആള് ആയിക്കോട്ടെ കാക്ക, നിങ്ങളെക്കാൾ വലിയ പറയുന്നേക്ക്. ആയിക്കോട്ടെ കാക്ക, ആയിക്കോട്ടെ കാക്ക, ശരി, സമ്മതിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടി അറിയണ്ടി? നിങ്ങൾ എല്ലാരും കുട്ടികളാക്കണം എന്താ? അല്ല കാക്ക, ശരി, സമ്മതിച്ചു കാക്ക. നിങ്ങൾക്ക് എന്താ വേണ്ടി കാക്ക? നിങ്ങളിപ്പോ വലിയ ദീനിന്റെ കാര്യം പറയുന്ന ആളല്ലേ? അത് ആയിക്കോട്ടെ കാക്ക, എന്റെ തെറ്റുപറ്റി കാക്ക. ഇനി എന്താ വേണ്ടി ഞാൻ കാക്ക? നിങ്ങൾക്ക് എന്താ വേണ്ടി? ദീനിന്റെ കാര്യം പറയുമ്പോ ദീനിൽ സൂക്ഷ്മത പാലിക്കണം. എല്ലാരും ഞങ്ങളൊന്ന് വലുതാക്കി കണ്ടു. ആയിക്കോട്ടെ, ശരി. അജര് എന്താ വേണ്ടി? അജരക്കൊക്കെ എത്ര വയസ്സുണ്ടോ? അജരക്ക എനിക്ക് നിങ്ങളെക്കാൾ വയസ്സുണ്ട്. എത്ര ഉണ്ട്? നിങ്ങൾക്ക് എത്ര വയസ്സ്? നിങ്ങൾക്ക് എത്ര ഉണ്ടാവും? വയസ്സില്ലെങ്കിൽ ബഹുമാനിക്കണ്ടേ? അല്ല, ഞാൻ സാധാരണ വയസ്സുള്ള ആൾക്കാരെ കാക്കാന്ന് വിളിച്ചു, ആചാര്യെന്ന് വിളിച്ചു. നിങ്ങളെ എന്താ വിളിക്കണ്ടി? അങ്ങനല്ല, ദീനില് വിവരമുള്ള ആളുകളെ ബഹുമാനിക്കണ്ടേ? ആയിക്കോട്ടെ, നിങ്ങൾ നല്ല വിവരമുണ്ട്, ഞാൻ ബഹുമാനിച്ചു. ഞാനൊന്ന് തുണി, ഒരു മിനിറ്റ്, ഞാൻ തുണി ഒന്ന് മടക്കി കുത്തി കഴിച്ചോട്ടെ. മടക്കി കുത്തി കഴിച്ചു, ബഹുമാനിച്ചു. ഇനി എന്താ വേണ്ടി? ആളെ കളിയാക്കി ഞങ്ങൾ ചെറുപ്പം തന്നെ പഠിച്ചല്ലേ? ഇല്ല, കളിയൊക്കെയല്ല കാര്യത്തിൽ ഞാൻ ബഹുമാനിച്ചു. ഇനി എന്താ വേണ്ടി? അതന്നെ, അതാണ് പരിഹാരം. ഇതിനാണോ നിങ്ങൾ വിളിച്ചത്? നീ ഇപ്പൊ മടക്കത്ത് കഴിച്ചിട്ടുണ്ടോ അല്ലേ? എനിക്കറിയില്ലല്ലോ. ഞാൻ കഴിച്ചു വീഡിയോ കോൾ ചെയ്ത് തരാം. മടക്കത്ത് കഴിച്ചിട്ട് കാണിച്ചു തരാം. ഈ ഫോണിൽ പറഞ്ഞ അശ്ലീലങ്ങളില്ലേ? ഏത് അശ്ലീലം? സുന്നികളെ മുഴുവനും ഒരു ഞാൻ ലോകത്ത് ഒരു സുന്നിന് ഞാൻ അശ്ലീലം പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞ? നിങ്ങളാ ഫോൺ നിങ്ങൾ കേട്ടില്ലേ? അത് സമസ്തക്കാരല്ലേ? അത് സുന്നിയല്ലേ? സമസ്തക്കാരല്ലേ? സമസ്തക്കാരാണോ സുന്നിയാണോ അവിടെ വേറെ ഇരിക്കണ്ട. നിങ്ങൾ ആരെ വെച്ചിട്ടാ പറഞ്ഞത്? ഞാൻ സമസ്തക്കാരെ പറ്റി, ഞാൻ സുന്നികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ സമസ്തക്കാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സുന്നികളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? സുന്നികളെ സുന്നികളാണ് റസൂലുള്ളാഹിന്റെ ഇതിന് പാരമ്പര്യത്തിൽ ജീവിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരല്ലേ സുന്നികൾ. ഞാൻ സുന്നിയാണ്. അതാരാ? ഞാന്. നിങ്ങൾ തന്നെ സുന്നി? ഞാനാ സുന്നി. നിങ്ങൾ മറ്റേത് കേരളത്തിലെ സമസ്തക്കാര് ഷിയാക്കളും ബറൽവികളൊക്കെയാണ്. പോലെ സുന്നി പറയാൻ പറ്റുമോ? നിങ്ങൾ സുന്നിയാണ്. ഈ വഹാബികൾ പറഞ്ഞ പിന്നെ ആരാ? അത് എനിക്കറിയില്ല. ഞാൻ സുന്നിയാണ്. ഞാൻ വഹാബിയല്ല. അബ്ദുൽ വഹാബിന്റെ ആദർശം അല്ലേ നിങ്ങൾക്ക്? എനിക്കറിയാം. ആരാ അബ്ദുൽ വഹാബ്? എനിക്കറിയില്ല. എന്റെ അയൽവാസിൽ അബ്ദുൽ വഹാബ് ഉണ്ട്, അതാണോ? അബ്ദുൽ വഹാബിനെ അറിയില്ലേ? എന്റെ അയൽവാസിണ്ട്, അബ്ദുൽ വഹാബിന്റെ സുഹൃത്തുണ്ട്. അതാ ഉദ്ദേശിക്കണേ? കളവ് പറയരുത്. ലോകം മുഴുവനും അറിയപ്പെട്ട നജിദിയ സിദ്ധാന്തം ഇവിടെ പ്രചരിപ്പിച്ച അബ്ദുൽ വഹാബിനെ അറിയില്ലേ? മൂപ്പരിവിടെ വന്നിനാ പ്രചരിപ്പിക്കാന്? എന്ന് വന്നിന്? റസൂലുള്ളാഹി വന്നിനെയോ ഇതൊക്കെ പറയാൻ? റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഹദീസിലുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇവിടെ എവിടെ എങ്ങനെ എന്റെ ഹദീസ്? എവിടത്തെ ഹദീസ്? എവിടെ എന്റെ ഹദീസ് ഉള്ളത്? ഏത് ഹദീസ് വേണ്ടി? ഏത് ഹദീസ് വേണ്ടി? ഇപ്പൊ പോക്കറ്റില് ഇപ്പന്റെ പോക്കറ്റിൽ ഒരു 10-25 കാണണം. അത് മതിയോ? 25 ഹദീസ് കൊണ്ട് ഈ ലോകത്തുള്ള ഇസ്ലാം അതൊക്കെ എനിക്ക് ആവശ്യമുള്ള തരാം. ഒരു 10-25 എന്റെ പോക്കറ്റിലുണ്ട്, മതിയാ? അല്ല, ചോദിക്കണേ മറുപടി അറിയാം. ചോദിക്കണെങ്കിൽ മറുപടി അറിയണ്ട. എനിക്ക് ഇപ്പൊ എത്ര ഹദീസ് വേണ്ടി? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് ആവശ്യമുള്ള ഹദീസ് പറഞ്ഞ ഞാൻ നാളെ കൊറിയർ അയക്കാണ്ട്. ആട് പറയണേക്ക് എത്ര വേണം ഹദീസ്? ഈ കോടാനുകോടി ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാസ്സാക്കാൻ നിങ്ങളെ കയ്യിൽ എത്ര ഹദീസ് ഉണ്ട്? എനിക്ക് എത്ര വേണം? ഞാൻ നാളെ കൊറിയർ അയക്കാം. അന്റെ എത്ര ഉണ്ട്? എത്ര വേണ്ടി വരും? എനിക്ക് എത്ര വേണ്ടി വരും? എത്ര വേണ്ടി വരും? എത്ര ഉണ്ട്? എനിക്ക് എത്ര വേണം പറഞ്ഞു തരാം. ഞാൻ ഇന്ത്യക്ക് തൈജിയിൽ ബാക്കിയുള്ളത് ഒപ്പിച്ചറിയാം. 10 ലക്ഷം ഹദീസ് വേണം. എനിക്ക് എത്ര വേണം? ഒരു 9 ലക്ഷം 50,000 ഞാൻ ആയിരിക്കും നാളെ കടം കിട്ടുമോ നോക്കട്ടെ. ആകെ 50,000 അല്ല, 9 ഉണ്ട്. 50,000 ഞാൻ പുറത്തു വിടുന്ന കിട്ടുമോ നോക്കട്ടെ. അല്ല, ആകെ 10 ലക്ഷം കൊണ്ട് വെള്ളം അറിയോ? എനിക്ക് 10 ലക്ഷം കൊണ്ട് വെള്ളം അറിയോ? എണ്ണ ഉറപ്പിച്ച് പറയും. 10 ലക്ഷം. എനിക്ക് 10 ലക്ഷം വേണ്ടിയത്? 10 ലക്ഷം ഹദീസ് കൊണ്ട് ഇവിടെ ചേർപ്പെടുത്തി. എനിക്കിപ്പോ എത്ര വേണ്ടിയാ പോരാ? എനിക്ക് എത്ര ലക്ഷം ഹദീസ് എനിക്ക് വേണം? എത്ര വേണം എനിക്ക്? എനിക്ക് 10 ലക്ഷം ഹദീസ് വേണം. 9 വരെയുണ്ട്. നാളെ 50,000 ഞാൻ ഒരാളേക്ക് കടം വാങ്ങിക്കാണ്ട് അയച്ചറിയാം. കൊറിയർ അയച്ചരാം.
10 ലക്ഷം ഹദീസ് അന്റെ ഉണ്ടോ? മര്യാദക്ക് വർത്തമാനം പറയും. 9.5 ലക്ഷം ഉണ്ട്. 50,000 ഞാൻ ആളായിരിക്കുന്നത് കടം വാങ്ങിക്കാൻ കൊറിയർ അയച്ചതാണ്. ഒലക്കാമുണ്ടാക്കുന്നുണ്ട് 9,000. ഒലക്കാവുണ്ടാക്കുന്ന ഉപ്പല്ലോ, ഒലക്കപ്പല്ലോ എടുത്തുപോയി. അനക്ക് ഈ ലോകത്ത് തെരഞ്ഞാൽ 50,000 ഹദീസിന്റെ മേലെ കിട്ടൂല. ഞാൻ എവിടുന്നേലും ഒപ്പിച്ചു ബേജാറാണ്ട് ഞാൻ ഒരാളേക്ക് കുറെ ആളേക്ക് വാങ്ങിത്തരാം. 50,000 ഹദീസിന്റെ അപ്പുറം 51,000 ഹദീസ് ഉണ്ടാക്കാൻ അന്നോട്. അപ്പൊ ഞാൻ എത്ര കാട്ടും? 10 ലക്ഷം ആണെന്ന് അത് ഒരാളെ കൊണ്ടും കഴിയുമെങ്കിൽ എനിക്ക് 10 ലക്ഷം ആണെന്ന് ഞാൻ എവിടുന്ന് ഒപ്പിച്ചരാ? പിന്നെ എവിടുന്ന തീം പറയുന്നത്? അപ്പൊ എനിക്ക് എവിടുന്ന് വെച്ച് 10 ലക്ഷം ആണെന്ന് വാശി തന്നെ പറഞ്ഞു. ആകെ പിന്നെ 10 ലക്ഷം ലോകത്തില്ല. പിന്നെ ഞാൻ എനിക്ക് ഒപ്പിച്ചത് ചോദിക്കേണ്ട എനിക്ക് രണ്ടും കൊണ്ടും വേണ്ടേ? പിന്നെ ഈ തീം ഹദീസ് കൊണ്ട് തീം പറയുന്ന ആളല്ലേ ജി? ഹദീസ് ഉണ്ടാ? അപ്പൊ എനിക്ക് ഇജ്ജ് പറഞ്ഞു 10 ലക്ഷമാണ് ഞാൻ ഇവിടുന്ന് ലോകത്തില്ലാത്ത ഞാൻ അങ്ങനെ തരിക. എനിക്കിപ്പോ 10 ലക്ഷം ഹദീസ് വയ്ക്കാൻ വേണ്ടി എന്നെ വിളിച്ച് അന്റെയിലുണ്ട് ഹദീസ്? ഇജ്ജ് എന്തിനാ വിളിച്ചത്? ഇജ്ജ് ഹദീസ് കൊണ്ട് തീം പറയുന്ന ആളായിട്ട്. എന്നിട്ട് എനിക്കെന്താ വേണ്ടി? എനിക്കെന്താ വേണ്ടി? ഹദീസ് വേണം. എത്രണ്ണം വേണം? ഹദീസ് ഉണ്ടോ? എത്രണ്ണം വേണം? എത്ര ഉണ്ട് അന്റെ? എനിക്ക് എത്രണ്ണം വേണം? അന്റെ എത്ര ഉണ്ട്? എനിക്ക് എത്രണ്ണം വേണം? അനുസരിച്ച് ഞാൻ തരാം. എനിക്ക് 10 ലക്ഷം വേണം. അപ്പൊ ഇജ്ജ് ലോകത്തോടെ 10 ലക്ഷം കിട്ടൂല. പിന്നെ ഞാൻ അങ്ങനെ എടുത്തുതരാം. കിട്ടൂലെങ്കിൽ പിന്നെ എന്താണ് തീം പറയുന്നത്? അപ്പൊ കിട്ടാത്ത മോലിച്ച് ചോദിക്കണം. എനിക്കൊരു മര്യാദ ചങ്ങായിയെ. പിന്നെ ഹദീസ് കൊണ്ട് തീം പറയുന്ന അന്റെ അടുത്ത് ഹദീസ് മാണ്ടേ? അപ്പൊ ഇജ്ജ് 10 ലക്ഷം ഇല്ലാന്ന് വെച്ചും പറയുന്നുണ്ട്, 10 ലക്ഷം ആണെന്ന് പറയുന്നത്. എന്താ ഞാൻ ചെയ്യാൻ? എനിക്ക് ഞാൻ ഇവിടെ ഹദീസ് കൊണ്ട് മതം പറയാൻ പോലുള്ളല്ലോ. ഇജ്ജല്ല ഇപ്പൊ ഹദീസ് കൊണ്ട് എന്തുകൊണ്ട് ഭഗവത്ഗീതോണ്ടാ മതം പറയാൻ പോലെ? എനിക്ക് പണ്ഡിതന്മാരുടെ പ്രമാണാണോ? പണ്ഡിതന്മാർ പ്രമാണം? എന്ത് പ്രമാണം? പ്രമാണം. നിങ്ങളെ പണ്ഡിതന്മാര് തൊള്ളി തോന്നിയ കേസ് ഇസ്ലാമിൽ പ്രമാണമാണ്. നിങ്ങളെ പണ്ഡിതന്മാര് കഞ്ചാവ് എടുത്ത് നിങ്ങൾ ഈ തലക്ക് വെളിവില്ലാത്ത ആൾക്ക് തൊള്ളി തോന്നിയ കേസ് അതാ പ്രമാണം? നിങ്ങളെ പണ്ഡിയന്മാര് എന്ന് പറഞ്ഞ ഈ കിറുക്കന്മാര് തലക്ക് വെളിവില്ലാതെ ഓരോന്ന് എഴുതിച്ച് അതൊക്കെ പ്രമാണം? ഹദീസ് വെച്ചിട്ട് നോണ പറയുന്ന കമ്പനി എവിടെ അന്റെ അടുത്ത് ഹദീസ്? ഇന്ത്യക്ക് ഇജ്ജ് നിങ്ങൾ ചോദിക്കാൻ നിൽക്കണം. ഇജ്ജ് 10 ലക്ഷം ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് ഇല്ല. അപ്പൊ ഇതൊരു കാര്യം 10 ലക്ഷം കിട്ടുന്ന സ്ഥലം വേണ്ടി പോയി മുട്ടി വെക്ക്. ഇത് മർക്കസുക്കോ അല്ലെങ്കിൽ പട്ടിക്കാട് കുറച്ച് വിളിച്ചോ 10 ലക്ഷം ഉണ്ടോ ചോദിച്ചു നോക്ക്. ഇജിന്നെ പഠിപ്പിക്കാനായിട്ടില്ല. പിന്നെ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചാ? എന്നെ പഠിപ്പിക്കാൻ വിളിച്ചാ? എന്നാ പറയാ. എന്താ വേണ്ടി പറയാ? ലോകത്ത് തോണിയാസം നടക്കരുത്. ഞാൻ നല്ലോണം പറയും. ഇജ്ജ് എന്താ കേസ് കൊടുത്താളാ? താനി വിദ്യാജ് ഞാൻ നല്ലോണം പറയും. ഇജ്ജ് കേസ് കൊടുത്താളാണ്. ഇജ്ജ് പറഞ്ഞിട്ട് വരണ്ടോ? തോണിയാസം പറയുമ്പോ നല്ലോണം പറയും. ഇനിയും പറയും. ഇജ്ജ് കേസ് കൊടുത്താളാ. ഇജ്ജ് എന്താ ചെയ്യാ? ഞാൻ ഇനിയും പറയും. ഹദീസ് കൊണ്ട് മതം പറയാൻ മാത്രം അന്റെ അടുത്തൂടെ ഹദീസ്? ആരാണ് ഈ ഹദീസ് പറയും? ഞാൻ നിങ്ങളെ ഈ പിരാന്തന്മാരെ കറാമത്ത് കഥകളല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെയുണ്ട്. ആര് ഹദീസ് പറഞ്ഞൂടെ? നിങ്ങളെ ഈ വട്ടന്മാരെ കുറിച്ച് പറയാൻ ഒരു ഹദീസ് പഠിക്കേണ്ട സാമാന്യ ബുദ്ധി കോമൺ സെൻസ് മതി. നിങ്ങളെ ഈ പിരാന്തന്മാരെ ഔലിയാക്കളെ കുറിച്ച് പറയാനും മനസ്സിലാക്കാനും മിനിമം കോമൺ സെൻസ് മതി. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങളെ ഈ മടവൂരടക്കമുള്ള നിങ്ങളെ ഈ മാനസിക രോഗികളെ കള്ള കറാമത്ത് കഥകളെ കുറിച്ച് പറയാൻ ഒരു ഹദീസും പഠിക്കേണ്ട സാമാന്യ ബോധം മതി. മനസ്സിലായോ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചോ? മൂത്ത പിരാന്തനാ മറ്റൊരു മാനസിക രോഗ എന്ന് പറയല്. മൂത്ത പിരാന്തൻ ഞാനല്ല പറഞ്ഞു. നിങ്ങൾ അയാളെ കുറിച്ച് എഴുതി വെച്ചതാ. നിങ്ങൾ ഈ മടവൂരിനെ കുറിച്ച് നിങ്ങൾ തന്നെ എഴുതി വെച്ചാൽ അയാൾക്ക് വട്ടായിരുന്നു. മടവൂരല്ല വിഷയം. പിന്നെ എന്താണ് വിഷയം? എന്റെ വിഷയം എന്താ? ഞാൻ എന്നോട് ഹദീസ് തരാൻ പറഞ്ഞു. നിങ്ങൾ വിളിച്ചല്ലേ? പിന്നെ എനിക്കെന്താ അറിയേണ്ടത്? ദീനുൽ ഇസ്ലാം പറയാൻ ഹദീസ് ഉണ്ട് ഞാൻ എന്നോട് വിളിച്ചുകാണ്ട് ഞാൻ എന്റെ നമ്പർ വിളിച്ചു. എന്റെ ഹദീസ് ഉണ്ട്. ഞായറാഴ്ച രാത്രി 10 മണിക്ക് വിളിച്ചോണ്ട് എനിക്ക് ആവശ്യമുള്ള ഹദീസ് തരാൻ എന്നോട് പറഞ്ഞാ എന്ത് തേങ്ങ വിളിച്ചത്? ഹദീസ് ഇല്ലാതെ ദീനിൽ നോണറിയാ? ഞാൻ എന്നോട് പറഞ്ഞു അച്ഛന് ഞായറാഴ്ച രാത്രി 10 മണിക്ക് വിളിച്ചു എനിക്ക് ഹദീസ് തരാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഏത് അശ്ലീലം? എനിക്കിപ്പോ ഹദീസ് കിട്ടാത്ത പ്രശ്നം. ഞാൻ അശ്ലീലം വിട്ടതാ കുഴപ്പം? ഹദീസ് ഇല്ലാതെ എന്തിനാ ദീനിൽ തോന്നിയ പറയുന്നത്? ഞാൻ എന്നോട് ഹദീസ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കള്ള ഔലിയാക്കളെ കറാമത്തിനെ കുറിച്ചാ പറയണത്. അതിന് ഹദീസ് പഠിക്കേണ്ട കാര്യമില്ല. അതിന് മിനിമം കോമൺ സെൻസ് മതി. ദീൻ എനിക്ക് കുതിര വിടാനുള്ള നിങ്ങളെ ദീനോട് കുതിര കഴിച്ചിട്ട് എന്റെ ഉസ്താദന്മാരെ ചങ്ങയെ തൊള്ളി തോന്നി പറയണത് ഞാനല്ല. നിങ്ങളെ ഉസ്താദുമാരാണ് ഇവിടുത്തെ ഈ കിറുക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയണത്. ഇത് ഏത് വിഭാഗ? വിഭാഗം നോക്കണതിന് ഇജ്ജ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കല്ലേ? എന്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടി വരും. നിങ്ങളെന്ന് കേരളത്തിലെ സ്ഥാപനങ്ങളും എല്ലാ പിരാന്തന്മാരും പുറത്തേക്ക് വിട്ടത് രാവിലെ മുതൽ തുടങ്ങിയുള്ള നിങ്ങള് എല്ലാ പിരാന്തന്മാരും കയറൂര് വിട്ടതാ തന്നെ. ഈ നബിദിനായതുകൊണ്ട് സ്ഥാപനമൊക്കെ അടച്ചുകൊണ്ട് വഹാബികളെ തെറി പറഞ്ഞോടെ ഇറങ്ങി കയറൂര് വിട്ടതാ നിങ്ങളെ എല്ലാ പിരാന്തന്മാരും.
എന്റെ നമ്പർ എന്റെ കുടിയും വന്ന് കിട്ടിയതല്ല. ഇത് കാര്യം അത് എനിക്ക് എന്താണ് ആവശ്യം? എന്റെ നമ്പർക്ക് വിളിക്കുമ്പോ എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞുകൊണ്ട് വിളിക്കുക, അല്ലാതെ എന്റെ വയറ് കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ ഞാൻ. ആവശ്യം തന്നെ ഫോണിൽ കൂടെ ദീനിൽ കുതിര വിട്ട് പറയരുത് തന്നെ. ഫോണിൽ കൂടി ചെങ്ങനെ ദീനിനെ കുറിച്ചല്ല പറഞ്ഞു, നിങ്ങളെ ഈ പിരാന്ത ഔലിയാക്കളെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അതിനെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ട്, ചോദിച്ചോ. ഇത് ഇന്ന ഇറക്കിയ ക്ലിപ്പിൽ എന്തിനും പ്രശ്നമുണ്ട്, അതിനെ കുറിച്ച് എന്താ പറയാ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അതിന് കുതിരവട്ടത്തിലാണ് വിളിക്കോ. കുതിരവട്ടത്ത് കൊണ്ടാണ് ആൾക്കാരെ കുറിച്ച് ഔലിയാക്കളാക്കിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കുറിച്ച് ദൈവം ഔലിയാക്കാക്ക്. ഇജി എന്താ ഫോണില് പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചോ, ഞാൻ ഫോണിൽ പറഞ്ഞതിനെ കുറിച്ച് എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. എന്താ എനിക്ക് അറിയണ്ടേ? അതിനോട് അജീസ് ചോദിക്കാൻ നിൽക്കണ്ട. 10 ലക്ഷം ഹദീസാണോ 10.5 കോടി ഹദീസാണോ 1.25 ഹദീസാണോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എടുത്തരുന്നു. അനക്കൊരു ചുക്കും അറിയില്ല. അനക്ക് ഇവിടെ എത്ര ഹദീസ് ഉണ്ട്? ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് എന്ത് അറിയുന്ന പറഞ്ഞോ, ഞാൻ എന്നെ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് എന്ത് അറിയുന്ന പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചല്ലേ. ഇവിടെ എത്ര ഹദീസ് ഉണ്ട് നിലവിലൊന്ന് പോലും അറിയാത്ത മതം എനിക്കറിയോ? എനിക്കറിയും. എത്ര ഉണ്ട് പറയാൻ? എനിക്ക് പറഞ്ഞോ എത്ര ഉണ്ട്? ഇത് നേരിട്ട് ചർച്ച ചെയ്യാറുണ്ടോ മൗലൂദിനെ പറ്റി? ഇല്ല. ഉണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്തത്? എനിക്ക് സൗകര്യം എനിക്ക് സൗകര്യമില്ല. എന്റെ സൗകര്യത്തിന് അറിയില്ല. ഇത് വിദ്യ നമുക്ക് ആയിക്കോട്ടെ, അതൊക്കെ സമ്മതിച്ചു. എനിക്ക് സൗകര്യം സംസാരിക്കാനേ. ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പറയും, അത് സൗകര്യം ഇത് കേട്ടാ മതി. അറിയില്ല. അനക്ക് ഇവിടെ എത്ര ഹദീസ് ഉണ്ടെന്ന് പോലും അറിയില്ല. എന്നാ ഇത് പറഞ്ഞോണ്ടോ? എനിക്കറിയില്ല, ഇത് പറഞ്ഞോണ്ടോ? അനക്ക് പറഞ്ഞുതരാ, നേരിൽ വാ. ഫോൺ കൂടി നിങ്ങൾ എന്തിനു നേരിട്ട് വിളിക്കണ്ട? നിങ്ങൾ ഫോൺ കൂടി പറഞ്ഞു. എന്റെ ഫോണിൽ വിളിച്ച് വിളിച്ചാലോ, ഫോൺ കൂടി പറഞ്ഞാ പോരെ. എന്റെ ഫോണിക്ക് വിളിച്ചിട്ട് എന്റെ നമ്പർ തന്നിട്ടാ. അതല്ല, ഫോൺ കൂടി പറഞ്ഞാണല്ലോ. എത്ര ഹദീസ് ഉണ്ട് ഇവിടെ പറഞ്ഞോ? എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞോണ്ടോ? മോലമാരി എനിക്ക് ഹദീസ് എന്നോട് ചോദിച്ചത് എനിക്ക് ഹദീസ് എനിക്ക് അറിയില്ല, ഇജ്ജ് പറഞ്ഞോണ്ടോ? അനക്കിപ്പോ ഹദീസ് മാത്രം എനിക്ക് എത്രയൊക്കെ അറിയാത്തുള്ളൂ. എനിക്ക് എത്ര ഹദീസ് പറഞ്ഞോണ്ടോ? ഇജ്ജ് പറഞ്ഞോണ്ടോ? ഇജ്ജ് ചോദിച്ചിട്ട് എത്ര ഹദീസ് ലോകത്തുണ്ടോ? എനിക്ക് എന്നോട് ചോദിച്ചില്ല, എനിക്ക് അറിയില്ല, ഇജ്ജ് പറഞ്ഞോണ്ടോ? എത്ര ഉണ്ട്? അനക്ക് അതായിട്ടല്ല മൊഴിപ്പം പറഞ്ഞു. എന്നാ പറഞ്ഞോണ്ടോ? ഓരോന്ന് പറഞ്ഞോണ്ടോ? ഞാൻ കേൾക്കാൻ തയ്യാറാ. ഞാൻ നേരം പൊറുക്കുമായിരിക്കും. പറഞ്ഞോണ്ടോ? കേൾക്കുവോ? പറഞ്ഞോണ്ടോ? മാനം മര്യാദക്ക് പറഞ്ഞോണ്ടോ? എന്താ എനിക്ക് അറിയണ്ടേ? എന്താ എനിക്ക് പറഞ്ഞാള്? ഞാൻ മര്യാദക്ക് പറഞ്ഞത് കേൾക്കുവോ? പറ, എന്താ പറയാനുള്ളത്? എനിക്ക് ഇന്നെ വിളിച്ച ആവശ്യം എന്താ പറഞ്ഞോ? കേൾക്കും. പറഞ്ഞോണ്ടോ? എന്താ ആവശ്യം? എന്നാ സമാധാനായിട്ട് നിൽക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ആടും കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ട് ഇജ്ജ എന്റെ വയറ് കേൾക്കാൻ ഇരിക്കല്ലേ ഞാൻ പറഞ്ഞ ആടും കേൾക്കേണ്ടി വരും. ഇജേ വേറൊന്ന് പറയണ്ടേ ആദ്യം? എന്താ ഞാൻ പറയട്ടെ ആദ്യം ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയണത് കേൾക്കാണ്ട് ഞാൻ പാട് പറയും. എന്നുവെച്ചുകൊണ്ടും പറയണ്ട എന്നാ വെച്ചുകൊണ്ട് പോ. എന്നാ വിഡ്ഢികളായ നിങ്ങൾ ദീനാസാക്കാൻ നടക്കരുത്. അതിന്റെ സൗകര്യം പോലെ ഞാൻ തോന്നുന്നു. എന്താ ചെയ്യേ? അങ്ങനെ വിഡ്ഢിയൊക്കെ എന്താ മതത്തില് വിഡ്ഢികൾ പഠിക്കണ്ടേ? ഇത് കേസ് കൊടുത്താലും അല്ലെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എനിക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മറുപടി തരാം. എന്തും ചെയ്തോ. ഇസ്ലാം മതം എനിക്ക് കുതിരയാക്കാനുള്ള അത് പറഞ്ഞോ, മറുപടി പറഞ്ഞോ. മറുപടി പറയണെങ്കിൽ കേൾക്കണ്ടേ? ചർച്ചയ്ക്ക് വാ. ചർച്ചയ്ക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ഇല്ല, ചെയ്യാറില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇജ്ജ് മറുപടി എനിക്കുണ്ടല്ലോ യൂട്യൂബും സോഷ്യൽ മീഡിയ എന്റെ ഇജ്ജ് മറുപടി പറഞ്ഞോ. അനക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞെടുക്കല്ലേ? ഞാൻ പറയും, ഇനിയും പറയും. കരുതി പറഞ്ഞോണ്ടേ.